ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ ഇയർ വ്ളോഗ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയത് ബാംഗ്ലൂരിലുള്ള ഭാരതീയ സിറ്റിയിലാണ്. നോർമലി അവിടെ എപ്പോഴും പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, നല്ല ട്രാഫിക് ബ്ലോക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഞങ്ങൾ അത് എക്സ്പെക്റ്റ് ചെയ്ത് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ വിചാരിച്ച അത്ര ബ്ലോക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല. പാർക്കിങ്ങും ഞങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടി. ഓഫീസ് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ എയിം. GSTന്ന് കഴിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ന്യൂ ഇയർ ആയതുകൊണ്ട് പെർ പേഴ്സൺ അവർ 500 റുപ്പീസ് എൻട്രി ഫീ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ബാക്കൗട്ട് വലിഞ്ഞു, ബിക്കോസ് നമുക്ക് ആ എൻട്രി ഫീ റിഡീമും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ അടുത്ത പ്ലാൻ മാളിൻ്റെ അകത്ത് തന്നെ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ സെയിം ഡെക്കറേഷൻ തന്നെയായിരുന്നു ലാസ്റ്റ് ടൈം അവർ വെച്ചെന്ന് ചെറുതായിട്ടൊരു ഡൗട്ടുണ്ട്. പിന്നെ എൻ്റെ കണ്ണു പോയത് ആ കാണുന്ന സ്റ്റോൾസിലോട്ടാണ്. ഞാൻ അങ്ങനെയൊന്നും വാങ്ങാറില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് കഴിക്കാനായിട്ട് നേരെ തന്നെ മോളിൻ്റെ അകത്തോട്ട് കയറി. എവിടെ നിന്ന് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴാണ് ഗ്രൂട്ട് കണ്ടത്. ഗ്രൂട്ടിൽ കയറുന്ന ഞങ്ങൾ കുറച്ച് നാളായി വിചാരിക്കുന്നു, ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. എന്നാൽ പിന്നെ അവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് അവിടെയും അവർക്ക് എൻട്രി ഫീ ഉണ്ട്, പക്ഷേ 3000 ആണ് കപ്പിളിനുള്ള എൻട്രി ഫീ. ആ 3000 നമുക്ക് ഫുഡ് കഴിച്ചിട്ട് റെഡീം ചെയ്യാൻ പറ്റും. GSTനെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഗുഡ് ഡീലായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ 3000 രൂപ തന്നെ കറക്റ്റ് ബില്ലപ്പിക്കാനായിട്ട് തന്നെ കഴിച്ചുള്ളൂ. ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ചതി മനസ്സിലായത്. ഒരു നല്ല സൗണ്ടിലായിരുന്നു മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല, നമുക്ക് തലവേദന എടുക്കുന്ന ഒരു സൗണ്ട്. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് GSTന് മുമ്പിലൊരു ആൾക്കൂട്ടം. അവിടെ DJ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നു. എൻട്രി ഫീയും കൊടുക്കേണ്ട, നല്ല വൈബ്. നമ്മൾ ന്യൂ ഇയർ അവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്തു. അവിടെ നിന്ന് തന്നെ നമ്മൾ 12 o'clock കണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഇരുന്ന ആളുകളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്ത് അവിടെ പുറത്തു നിന്ന ആൾക്കാരായിരിക്കും എന്ന് തോന്നുന്നു. സോ ഞങ്ങളുടെ 2025 ബിഗിൻസ് ഫ്രം ഹിയർ.